എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഇന്ന് നാം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്ദേശം വെറും രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യം മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നതാണ്. അസൂയ, ഭയം, തെറ്റായ ആശയവിനിമയം, നെഗറ്റീവ് ചിന്തകൾ ഇവയാണ് നമ്മെ തടവിലാക്കുന്ന യഥാർത്ഥ ജയിലുകൾ. പുറം ലോകത്തെ ബന്ധനങ്ങൾ പൊളിച്ചെറിഞ്ഞാലും മനസ്സിലെ ബന്ധനങ്ങൾ പൊളിച്ചെറിയാത്ത പക്ഷം സ്വാതന്ത്ര്യത്തിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി അതിൻ്റെ ജീവിച്ച മാതൃകയാണ്. അഹിംസയുടെയും സത്യത്തിൻ്റെയും വഴിയിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അദ്ദേഹം സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ജീവിതം സമർപ്പിച്ച ദേശത്ത് സ്വന്തം ആളുകളിൽ നിന്ന് വെടിയേറ്റ് വീണു. ഒരുമിച്ച് പ്രവർത്തിച്ച് മഹത്തായ ലക്ഷ്യം കൈവരിച്ചവരെ ലക്ഷ്യം നേടിയ ശേഷം ഇല്ലാതാക്കുന്ന മനോഭാവം ഇന്നും നമ്മെ ബാധിക്കുന്ന ഒരു വലിയ സാമൂഹ്യ രോഗമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ചിന്തകളുടെ തടവറകൾ തുറക്കാം. മനസ്സിൽ നിന്ന് അസൂയയും ഭയവും നീക്കി നല്ല ആശയവിനിമയത്തിലൂടെ ബന്ധങ്ങൾ പുതുക്കാം എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം നാം അനുഭവിക്കാനാകൂ. സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നത് അത് നേടുന്നതിലുപരി വലിയൊരു ഉത്തരവാദിത്തമാണ്. നന്മ ഒരാൾ ചെയ്യുന്ന കാര്യം കണ്ടാൽ, ചെയ്യുന്നത് കണ്ടാൽ അത് പ്രോത്സാഹിപ്പിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക. ഇനി അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയാതിരുന്നാലും, നമ്മുടെ തന്നെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കാൻ കഴിയാതിരുന്നാലും കുറഞ്ഞത് അത് നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അതിനായി നാം ആരോടാണ്, എവിടെയാണ്, എങ്ങനെ, എന്ത് ഉദ്ദേശശുദ്ധിയോടെ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഇതെല്ലാം നമ്മുടെ സംസാരമായാലും പ്രവർത്തനമായാലും എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതിൽ നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. മറ്റുള്ളവരുടെ പരിശ്രമത്തെയും നല്ല മനസ്സിനെയും ബഹുമാനിക്കുകയും അത് ലഭ്യമാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് ഇത്തരം മനോഭാവം വളർത്തിയെടുക്കുമ്പോഴാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ജ്വാല മനസ്സുകളിലും ഹൃദയങ്ങളിലും ഒരിക്കലും കെടുത്താതിരിക്കാൻ നാം എല്ലാവരും പ്രതിജ്ഞ ചെയ്യുക. സ്വന്തത്തിനോട് തന്നെ പ്രതിജ്ഞ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ് നമ്മുടെ സ്വഭാവ രൂപീകരണം. നമ്മുടെ മാനസിക വൈകല്യങ്ങളുടെ മുകളിലോട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക. നമ്മൾ മറ്റുള്ളവരെ വളർത്താൻ സഹായിക്കുക. മറ്റുള്ളവരെ തളർത്താതിരിക്കാൻ തമാശകളോ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗിച്ച് മറ്റുള്ളവരെ അവരുടെ വാല്യൂ നഷ്ടപ്പെടുന്ന രീതിയിൽ അവരോട് തമാശകൾ പറയുക. മറ്റുള്ളവർക്ക് അവർ വാല്യൂഡ് ആണ് എന്നുള്ളൊരു ബോധം കൊടുക്കുക. ഇതെല്ലാം ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾക്ക് കൂടെ ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു അവസരം കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.